ഹേ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നു, പക്ഷേ പറ്റാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഒത്തു വന്നിട്ടുണ്ട്. അറിയില്ല എന്താവുമെന്ന്, ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്യുമോ എടുത്തതെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വേറെ ഒന്നുമില്ല, വെച്ച് നീട്ടുന്നില്ല. ഞാനിപ്പോൾ ഉള്ളത് ദുബായിലാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം പുതിയതായിട്ട് ഇനി വരുന്നവർക്കോ അല്ലെങ്കിൽ വന്നിട്ട് അവിടേക്ക് പോകാത്തവർക്കോ പോകാനുള്ള ഒരു വഴിയൊക്കെ ക്ലിയറാക്കി പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞങ്ങൾ പോകുന്നത് ഇപ്പം ജബൽ അലിയുടെ അടുത്തുള്ള ഒരു അമ്പലത്തിലേക്കാണ്. അതായത് ദുബായിൽ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു അമ്പലമാണ്. അമ്പലം മാത്രമല്ല, എൻ്റെ അടുത്ത് പള്ളികളും സിഖുകാരുടെ മന്ദിരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. അപ്പോൾ ഇതിപ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ദുബായിൽ വന്നിട്ട് രണ്ടാഴ്ചയായി, മാസമല്ല രണ്ടാഴ്ചയായി. എൻ്റെ ഹസ്ബൻഡിന് ഇവിടെയാണ് ജോലി. അപ്പം അങ്ങനെ വന്നതാണ്. അപ്പം ഞങ്ങൾ ഈ അമ്പലത്തിലേക്ക് കഴിഞ്ഞ ആഴ്ച ഒരു തവണ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ ആദ്യമായിട്ട് പോകുന്ന കാരണം കൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല, ഒക്കെ ഒന്ന് മനസ്സിലാവട്ടെ എന്ന് ഓർത്തിട്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ വൈകിട്ട് പെട്ടെന്ന് തോന്നി ശരി പോവാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ അതിൻ്റെ കൂടെ എടുക്കാമെന്ന് കരുതിയതാണ്. അപ്പോൾ ആളിപ്പോൾ ഓഫീസിലാണെന്ന്, വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ആൾ ഓഫീസിൽ നിന്ന് ജബൽ അലി എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിലേക്ക് വരും. ഞാൻ ആദ്യമായിട്ടാണ് തന്നെ പോകാൻ പോകുന്നത്. ഇത്രയും നാളും വന്ന അന്ന് മുതലേ ബസ്സിലും മെട്രോയിലും എന്നെ ആൾ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ പോയി ഒരു പരിചയമായിട്ടുണ്ട്. പിന്നെ ഇവിടെയും നമ്മുടെ നാട്ടിലത്തെ, കുറ്റം പറയല്ല, നാട്ടിലത്തെ പോലെയല്ല, കംപ്ലീറ്റ്ലി സേഫാണ്. നമ്മൾ ഏത് പാതിരാത്രിക്ക് ഇറങ്ങാനും നമുക്കൊന്നും പേടിക്കണ്ട. ആരും നമ്മളെ തുറച്ച് നോക്കുക അല്ലെങ്കിൽ വേണ്ടാത്ത നോട്ടം നോക്കി അങ്ങനത്തെ നമുക്ക് ഒരു ഡിസ്കംഫേർട്ട്സ് ഉണ്ടാവില്ല അവിടെ. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ദുബായിലെ സ്ട്രിക്റ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഞാൻ പോയി എനിക്ക് നല്ലൊരു പരിചയമായിട്ടുണ്ട്. എന്നാലും ചെറിയൊരു പേടിയുണ്ട് തന്നെ പോകാൻ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൻ്റെ മുന്നിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നിന്ന് ബസ്സിൽ കയറണം. ഞാനുള്ളത് ദുബായ് ഇൻവെസ്റ്റ്മെൻറ്റ് പാർക്ക് എന്ന് പറയുന്ന ദുബായിൽ തന്നെയുള്ള ഒരു സ്ഥലത്താണ്. അവിടുത്തെ ഒരു ഫ്ലാറ്റിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം വന്നിട്ട് 5:30 ആയി. എനിക്ക് 5:35 ആണ് ബസ്. അപ്പോൾ ബസ്സിൻ്റെ വിവരങ്ങളും കുറച്ച് ഡീറ്റെയിൽസ് പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇറങ്ങിയിട്ട് അതിൻ്റെ കൂടെ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറയാം കേട്ടോ. കഴിഞ്ഞു. അടുത്ത ബസ്സുകളൊക്കെ നല്ല ഓൺ ടൈം ആയിരിക്കും. നമുക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തേക്ക് എപ്പോഴാണ് ബസ് വരാമെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ഈ സ്റ്റോപ്പിൽ ചെല്ലട്ടെ. നമുക്ക് ഇവിടെ F46 അല്ലെങ്കിൽ F50 എന്ന് പറയുന്ന ബസ്സുകളാണ് കയറേണ്ടത് കേട്ടോ. പുറത്ത് കണ്ണ് തുറക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് ചൂടായിരുന്നു. കണ്ണിലൊക്കെ ഒരുമാതിരി ഒരു ചൂട് കയറിയ കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം തന്നെ ബസ് വരുന്നുള്ള കാരണം കൊണ്ട് പിന്നെ ഇങ്ങോട്ട് മാറി നിൽക്കാൻ പോയില്ല. ഞാൻ ആലോചിക്കുക ഈ കിളികളൊക്കെ എങ്ങനെയാണ് ഈ വെയിലത്ത് നടക്കുന്നതെന്ന്. അങ്ങനെ ബസ്സൊക്കെ വന്നു. ബസ്സിലൊക്കെ വലിയ കാര്യത്തിൽ ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ. ഈ മെട്രോ കാർഡ് നമ്മൾ മെട്രോയിലും ബസ്സിലൊക്കെ പോകാൻ ഇരിക്കുന്നവർ ഡെഫിനറ്റ്ലി എടുക്കേണ്ട ഒരു സാധനമാണ്. ഇതില്ലാതെ നമുക്ക് ഇതിലൊന്നും കയറി ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഇതതിൽ നമ്മൾ സ്കാൻ ചെയ്തതിന് ശേഷമേ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും, ഈവൻ മെട്രോയിലാണെങ്കിലും അതെ ബസ്സിലാണെങ്കിലും അതെ, അവിടുത്തെ ഈവൻ ഗവൺമെൻറ് ഏത് ട്രാൻസ്പോർട്ടേഷന് പോകുമ്പോഴും നമ്മൾ ഈ മെട്രോ കാർഡ് ഇല്ലെങ്കിൽ നല്ല ഫൈൻ കിട്ടും, നല്ല എട്ടിൻ്റെ പണിയും കിട്ടും. അങ്ങനെ വലിയ കാര്യത്തിൽ ഞാൻ ബസ്സിലൊക്കെ കയറി ഞെളിഞ്ഞിരുന്ന് പോകുമ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ പോകുന്നത് വേറെ സ്ഥലത്തോട്ടാണെന്നുള്ളത്. ബിക്കോസ് ബസ് നമ്പർ സെയിം ആയിരുന്നെങ്കിലും സ്ഥലം DIP MS എന്നെഴുതിയ ബസ്സിലായിരുന്നു ഞാൻ കയറേണ്ടിയിരുന്നത്. പക്ഷെ ഞാൻ സ്ഥലപ്പേര് നോക്കാതെ DIP 2ലേക്കാണ് ബസ് കയറിയത്. അങ്ങനെ ഒരു 10-20 മിനിറ്റ് ഞാൻ അവിടെ കിടന്ന് വട്ടം കറങ്ങി. കാരണം ഞാൻ ആ സ്ഥലത്തേക്ക് ആദ്യമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏത് ഡയറക്ഷനിൽ നിന്നാണ് ബസ് വരുന്നത് എന്നുള്ളത് എനിക്കൊരു പിടുത്തം കിട്ടിയില്ല. ഒരു കണക്കിന് ഞാൻ മാപ്പൊക്കെ നോക്കി അവിടുത്തെ ഒരു സെക്യൂരിറ്റിയോടൊക്കെ ചോദിച്ചിട്ട് ഞാൻ ബസ് സ്റ്റോപ്പ് കണ്ടുപിടിച്ച് അങ്ങനെ MS-ലേക്കുള്ള, അതായത് മെട്രോ സ്റ്റേഷനിലേക്കുള്ള ബസ് കയറിയിട്ടുണ്ട്. അപ്പം ഒന്ന് ചെറുതായിട്ട് ടെൻഷൻ അടിച്ചു ഞാൻ. കാരണം അറിയുമെങ്കിൽ പോലും നമുക്ക് സ്ഥലം ഇങ്ങനെ മാറുമ്പോൾ നമ്മൾ കുറച്ച് ടെൻസ്ഡ് ആവുമല്ലോ. അങ്ങനെ ബസ്സൊക്കെ കിട്ടി. ബസ്സിൽ നിന്ന് വേഗം മെട്രോ സ്റ്റേഷൻ വന്ന് അവിടെ നിന്ന് മെട്രോ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജബൽ അലി മെട്രോ സ്റ്റേഷനിൽ കാണാം. ഇനി ഞാൻ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് ജബൽ അലി. ഇനി അവിടുത്തെ പ്ലാറ്റ്ഫോം 2ലേക്ക് പോകണം. അവിടെയാണ് നമ്മൾ അടുത്ത മെട്രോ കയറേണ്ടത്. പിന്നെ പ്ലാറ്റ്ഫോം തപ്പി പോയിക്കൊണ്ടിരിക്കുകയാണ്. ജബൽ അലി മെട്രോ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം 2ലേക്ക് പോവാം. ആകെ
ഈജി ആയ ഡേയാണെന്ന് സാരമില്ല. അങ്ങനെ ഞാൻ ഫൈനലി ആളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് മെട്രോയിൽ കയറാം. അപ്പോൾ ജബലലിയിൽ നിന്ന് UAE എക്സ്ചേഞ്ചിലേക്ക് പോകുന്ന മെട്രോയിലാണ് നമ്മൾ കയറിയിട്ടുള്ളത്. ജബലലിയിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റോപ്പാണ് എനർജി. അവിടെ നിന്ന് പിന്നെ നമ്മൾ ബസ് കയറിയിട്ടാണ് അമ്പലത്തിലേക്ക് പോവുക. നമ്മൾ ഈ അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി അറിയണ്ടേ. അപ്പോൾ വേറെ ഒന്നുമില്ല, 1958 ബർദുബായ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ശിവമന്ദിരവും കൃഷ്ണമന്ദിരവും, അതായത് ഗുരുദ്വാര, ഇത് മൂന്നും കൂടെ ചേർന്നിട്ടാണ് ആദ്യമായിട്ട് ഉണ്ടായിരുന്ന ഒരു ടെമ്പിൾ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അത് 1958 ഷെയ്ഖ് റഷീദ് ബിൻ സെയ്ദ് അൽ മക്തൂം എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇതിനുള്ള പെർമിഷൻ ആദ്യമായിട്ട് കൊടുത്തത്. ഈ ബർദുബായിൽ നിന്നും പിന്നീട് ഒക്ടോബർ 5, 2022 ജബലലിയിലടുത്ത് ഈ ഒരു ക്ഷേത്രം കൺസ്ട്രക്ട് ചെയ്തത്. ഇവിടെ ശിവമന്ദിരവും ഗുരുദ്വാരയാണുള്ളത്. അതിൻ്റെ അടുത്ത് പറഞ്ഞ പോലെ ജാക്കോബൈറ്റ്സ്, ഓർത്തഡോക്സ് ചർച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബർദുബായിൽ കൃഷ്ണമന്ദിരം അതുപോലെ തന്നെയുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. അങ്ങനെ F44 എന്ന് പറഞ്ഞ ബസ്സിലാണ് നമ്മൾ എനർജി മെട്രോ സ്റ്റേഷനിൽ കയറേണ്ടത്. അത് ജബലലി ഗാർഡൻസ് എന്ന് പറയുന്ന ഒരു പ്ലേസിലേക്ക് പോകുന്ന ബസ്സായിരിക്കും. അപ്പോൾ F44 എന്ന നമ്പർ ഓർത്ത് വയ്ക്കാം. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ബസ് ഇറങ്ങും. അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിൻ്റെ മുന്നിൽ കൂടെ തന്നെയാട്ടോ ബസ് സ്റ്റോപ്പിലേക്ക് എത്തുക. പക്ഷേ അമ്പലത്തിന് നേരെ ഫ്രണ്ടിൽ ബസ് സ്റ്റോപ്പില്ല, കുറച്ച് അങ്ങോട്ട് മാറിയിട്ടായിരിക്കും ബസ് സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് തിരിച്ചിങ്ങോട്ട് നടക്കേണ്ടതായിട്ടുണ്ട്. രാത്രി 8 മണി വരെ ഭക്തർക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. 8 മണി കഴിഞ്ഞാൽ അവരത് ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ എല്ലാവരും എത്താനായിട്ട് മാക്സിമം ശ്രമിക്കാം. പിന്നെ ഈ അമ്പലത്തിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഒന്നും പറയാനില്ല. ഒരു നമ്മൾ അയോധ്യയിലൊക്കെ ഒരു അമ്പലം കൺസ്ട്രക്ട് ചെയ്ത ഒരു ഫീലാണ് മൊത്തത്തിൽ കാണുമ്പോൾ. അതിൻ്റെ ഉള്ളിലാണെങ്കിലും എല്ലാ ഈശ്വരന്മാരും ഉണ്ട്, എല്ലാ ദൈവങ്ങളുടെയും വിഗ്രഹങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ ഇത് ശിവൻ്റെ അമ്പലമാണ്, മെയിനായിട്ടും ശിവനും പാർവതിയുടെ പ്രതിഷ്ഠയാണ്. ബട്ട് എല്ലാവരെയും അയ്യപ്പൻ, ശിവൻ, ഗണപതി, മുരുകൻ, തിരുപ്പതി ഭഗവാൻ, ഗുരുവായൂരപ്പൻ വരെ ഉണ്ട് അവിടെ. അപ്പോൾ അത് അമ്പലത്തിൻ്റെ ഉള്ളിലൊരു വൈബ് അത് വേറെ തന്നെയാണ്. അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു സ്മെല്ലും പറയാതിരിക്കാൻ പറ്റില്ല, അത്ര അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി തൊഴുതിറങ്ങി. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊരു പ്രസാദം തരും. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളങ്ങനെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ അമ്പലത്തിലേക്ക് വരുന്നവർക്ക് ഇതൊരു ഹെൽപ്ഫുൾ വീഡിയോ ആയെന്ന് വിചാരിക്കുന്നു. ഏത് ഭാഗത്തുനിന്ന് വരുന്നവരാണെങ്കിലും ജബലലി മെട്രോ സ്റ്റേഷൻ ഇറങ്ങുക, അവിടെ നിന്ന് UAE എക്സ്ചേഞ്ചിലേക്കുള്ള മെട്രോ കയറുക, അവിടെ നിന്ന് എനർജി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുക, ദെൻ F44 ബസ്സിൽ കയറുക, അമ്പലത്തിലിറങ്ങുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വഴി. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ UAE എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ പേര് ലൈഫ് ഫാർമസി എന്ന് ചേഞ്ച് ആക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് പേര് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഡൗട്ടൊന്നും അടിക്കേണ്ട, അത് സെയിം ഡയറക്ഷനിലേക്കുള്ളത് തന്നെയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഹാവ് എ നൈസ് ഡേ. ബൈ.